ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആവണി, എന്തോ പറയാൻ വന്ന ദേവൻ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതുപോലെ പെട്ടെന്ന് നിർത്തി. അവൻ തല തിരിച്ചു നോക്കിയതും ഒരു നിഴൽ മാറുന്നത് മിന്നായം പോലെ അവന്റെ കണ്ണിൽപ്പെട്ടു. എന്തോ താഴെ വീണ് ഉരുണ്ടുപോകുന്ന ശബ്ദവും അവന്റെ കാതിൽ വന്നു വീണു. ആരോ തങ്ങളെ കണ്ടിരിക്കുന്നു. ആരാവും? അവന് പുണർന്നു നിന്ന അവൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മഹാദേവനും സതിയും മാത്രമായ കൈലാസത്തിലായിരുന്നു അവൾ. നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഇല്ല. എങ്ങനെ കേൾക്കാൻ? അവൻ പകുതി അവളോടായും പകുതി ആത്മഗതം പോലെയും പറഞ്ഞു. തന്നെ ചെറുതായി ഒന്ന് ആക്കിയതാണെന്ന് മനസ്സിലായ അവൾ മുഖമുയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി. അവന്റെ കവിളിൽ കടിച്ചു. ആ! അവൻ വേദനിച്ചതുപോലെ ശബ്ദമുണ്ടാക്കി. അച്ചോടാ! അവൾ വീണ്ടും മുഖമുയർത്തി അവന്റെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. എന്റെ പെണ്ണേ! അവൻ വീണ്ടും അവളെ നെഞ്ചോട് ചേർത്തു. ഉമ ഓടുകയായിരുന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി. കണ്ണുനീർ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നുണ്ടെങ്കിലും അവൾ നിൽക്കാതെ തപ്പിത്തടഞ്ഞ് വീണ്ടും ഓടി തന്റെ മുറിയിൽ കിടന്ന് ബെഡിലേക്ക് വീണു. പൊട്ടിക്കരഞ്ഞു. ദേവന് തന്നേക്കാൾ പ്രിയം ആവണിയോടാണ് എന്നത് സത്യമാണ്. അത് തനിക്കും അറിയാം. പക്ഷേ ഇത് ദേവേട്ടൻ തന്നെ ചതിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. കണ്ണിൽ കണ്ട കാഴ്ച വീണ്ടും തെളിഞ്ഞു വരുംതോറും അവളുടെ സങ്കടവും കൂടി വന്നു. ദേവേട്ടനില്ലാതെ ഈ ഉമയ്ക്ക് ജീവിക്കാനാവില്ല. ഉമ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നത് കണ്ട സുമിത്ര അവളുടെ പിറകെ ചെല്ലുമ്പോൾ അവൾ കട്ടിലിൽ കിടന്ന് കരയുന്നതാണ് കണ്ടത്. ഒരു ഭീതി അവരിൽ വന്ന് നിറഞ്ഞു. ഈശ്വര, എല്ലാം കൈവിട്ടു പോയോ? അവർ ഒരാന്തലോടെ ഉമയ്ക്കരികിലേക്ക് ചെന്നു. ഉമേ, മോളെ! ഉമ തല ഉയർത്തി നോക്കി. മിഴിനീർ നിറഞ്ഞ അവളുടെ മുഖം കണ്ടതും സുമിത്രയ്ക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിരിക്കുന്നു. അവൾ സുമിത്രയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. സുമിത്ര അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഉമ അല്പം നോർമൽ ആയതുകൊണ്ട് സുമിത്ര ചോദിച്ചു, എന്താ കുട്ടി പറ്റിയത്? അമ്മായി! ഉമ സുമിത്രയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പറയൂ ഉമേ, എന്താ നിനക്ക് പറ്റിയത്? എന്താണെങ്കിലും ഈ അമ്മ പരിഹാരം ഉണ്ടാക്കും. പറയൂ. ദേവേട്ടൻ! അതെ, താൻ ഉദ്ദേശിച്ചത് തന്നെ. സുമിത്രയ്ക്ക് കാര്യം പിടികിട്ടി. ഉമ കണ്ടതെല്ലാം അവരോട് പറഞ്ഞു. കഴിഞ്ഞ വൈകുന്നേരത്തോടു കൂടി അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു. ദേവാ, വിളിക്കുന്നുണ്ട്, വിജയെടുത്തി വന്ന് പറഞ്ഞു. ആ വിളി ദേവൻ പ്രതീക്ഷിച്ചിരുന്നു. അവൻ ചെല്ലുമ്പോൾ ഉമ കട്ടിലിൽ ഇരുന്ന് കരയുന്നുണ്ട്. അമ്മയും സീതമ്മയും ഉമയും അമ്മയും അവിടെയുണ്ട്. എല്ലാവരും തന്നെ ദേഷ്യത്തോട് നോക്കുന്നത് കണ്ടപ്പോൾ അവന് അരിശം ഇരച്ചു കയറാൻ തുടങ്ങി. എന്തിനാ വിളിച്ചത്? ആരും ഒന്നും ചോദിക്കുന്നില്ല എന്ന് കണ്ട് അവൻ തന്നെ ചോദിച്ചു. ദേവാ, നീ എന്താ വിചാരിച്ചേ? എന്ത് തോന്നിയാസോ ഞങ്ങൾ അംഗീകരിച്ചു തരുമെന്നോ? സുമിത്ര കല് തുള്ളിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ അംഗീകരിച്ചു തരേണ്ട ഒരാവശ്യവും എനിക്കില്ല. ദേവാ! സുമിത്രയ്ക്ക് കലി ഇരട്ടിയായി. അമ്മ അലറണ്ട, എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലടാ, നിന്റെ ചെവിക്കല്ല, ബുദ്ധിക്കാണ് കുഴപ്പം, മനസ്സിനാണ് കുഴപ്പം. ദേവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇവളെ ചതിക്കുകയാണ് നീ, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ആരെയും ചതിക്കുന്നില്ല. ഇത്രയും നാൾ മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നീ ചതിക്കുകയല്ലെന്നോ? പിന്നെ? അത് കേട്ട് അവന്റെ മുഖത്ത് ഒരു പരിഹാസം കലർന്ന ചിരി വിരിഞ്ഞു. മോഹിപ്പിച്ചെന്നോ? ആര്? ഞാനല്ല, നിങ്ങളൊക്കെ കൂടി മോഹിപ്പിച്ചു. ഞാൻ ഒരു നോട്ടം കൊണ്ട് പോലും മോഹിപ്പിച്ചിട്ടില്ല. ഒരിക്കലും മോഹം തോന്നിയിട്ടുമില്ല. അത് കേട്ട് ഉമയുടെ കരച്ചിൽ ഉച്ചത്തിലായി. ദേവാ, വാക്കുകൾ സൂക്ഷിക്കണം. ഉമയോട് ഈ നിമിഷം വരെയും ദേവന് മോഹം തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്റെ മനസ്സിൽ ആവണി ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും ഇടിവിട്ടേറ്റതുപോലെ നിന്നുപോയി. ഇത്രയും നാൾ ഒരു ഊഹം മാത്രമായിരുന്ന സത്യം ദേവൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയാനുള്ള ധൈര്യം അവൻ കാണിക്കില്ലെന്ന സമാധാനത്തിലായിരുന്നു അവർ. പക്ഷേ ചതിക്കാൻ വയ്യ. എന്നെ തന്നെയും ജനിച്ചു വീണപ്പോൾ മുതൽ ദേവൻ എല്ലാമായിരുന്ന ആവണിയെയും. ഈ മഹാദേവന്റെ മനസ്സിൽ ആവണിയാണ്, ആവണി മാത്രം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്റെ ഈ മോഹം നടക്കില്ല, സുമിത്ര പറഞ്ഞു. ആരൊക്കെ ജീവിച്ചാലും മരിച്ചാലും ദേവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആവണിയായിരിക്കുമെന്നല്ല, ദേവന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടായിരിക്കും. ദേവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഭ്രാന്തായിരുന്നു അവന്, ആവണി എന്ന ഭ്രാന്ത്. ദേവൻ ചെന്നു നിന്നത്
ആവണിക്ക് മുന്നിലായിരുന്നു. തന്റെ മുറിയിലേക്ക് കയറി വന്ന ദേവനെ കണ്ട് ആവണി തെല്ലും നമ്പരന്നു. എന്താ ദേവേട്ടാ? ഒന്നും മിണ്ടാതെ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. ആ നെഞ്ചിടിപ്പിന്റെ താളം മാറിയത് അവൾ അറിഞ്ഞു. എന്തു പറ്റി എന്റെ ദേവന്? ആ നിൽപ്പിൽ നിന്നും അനങ്ങാതെ അവൾ ചോദിച്ചു. തന്റെ ആ മാറ്റം അവളെ വേദനിപ്പിക്കും എന്ന് തോന്നിയ നിമിഷം പെട്ടെന്നവൻ ആ അവസ്ഥയിൽ നിന്നും സ്വയം മുക്തനായി. ഒന്നുമില്ല. നുണ. കണ്ണടയ്ക്ക്, പറയാം. അവളുടെ അടഞ്ഞ മിഴികളിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു. മാധവേട്ടാ! സീത ആധിയോടെ വിളിച്ചു. അയാൾ മിണ്ടിയില്ല. എന്താ ഒന്നും പറയാത്തെ? ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? അവൾ നമ്മുടെ മോള. അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല. എല്ലാവരും അവളെയാണ് കുറ്റക്കാരിയായി കാണുന്നത്. അയാൾ തിരിഞ്ഞു സീതയെ നോക്കി. നീ എന്തിനാ സീതയെ ടെൻഷൻ ആവുന്നേ? അവൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൊന്നും നീ ഇതുവരെ ഇടപെട്ടിട്ടില്ലല്ലോ. ദേവൻ നോക്കിക്കൊള്ളൂ എന്നല്ലേ പറയാറുള്ളത്? ഇതും അവൻ നോക്കിക്കൊള്ളും. മാധവേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എന്തു പറയണം? എനിക്കൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനും. ഞാനെന്നല്ല, ആരും എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ അവളുടെ അടുത്ത് ഒരു കാര്യവുമില്ല. അവൾ സ്നേഹിക്കുന്നത് ദേവനെയാണ്. ഭൂമിയിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇവിടെ ഒരു കാര്യവുമില്ല. ആവണിയെ ദേവനിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയില്ല. ആർക്കും കഴിയില്ല. അവളെ ഇവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോയ മാധവേട്ടനാണോ ഈ പറയുന്നേ? അതെ, ഞാൻ തന്നെയാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ അതിന് കഴിയില്ല എന്ന് ഞാൻ എന്നേ മനസ്സിലാക്കി. അവനില്ലാതിരുന്നെങ്കിൽ ഇന്നവൾ ചിലപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ. മാധവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഇവിടെ നിന്നും പോയ ആവണി ആദ്യത്തെ നാളുകളിൽ എങ്ങനെയായിരുന്നുവെന്ന് നീ ഓർക്കുന്നുണ്ടോ? പിന്നെ പതിയെ അല്ല അവളിൽ മാറ്റങ്ങൾ വന്നത്. പെട്ടെന്ന് അവൾ മാറുകയായിരുന്നു. അതിൽ ദേവന്റെ ഇടപെടൽ ഇല്ല എന്ന് കരുതാൻ മാത്രം മണ്ടനല്ല ഞാൻ. അതെ, ദേവനാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നത്. അവനില്ലെങ്കിൽ അവളെ നമുക്ക് നഷ്ടപ്പെടും. ഇതിനർത്ഥം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നല്ല. എതിർക്കില്ല ഇനി ഞാൻ. പിന്നെ ഉമയുടെ സന്തോഷമല്ല, ആവണിയുടെ സന്തോഷമാണ്. അവളുടെ ജീവനാണ് എനിക്ക് വലുത്. മാധവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സീത ആലോചനയോടെ ബെഡിലേക്കിരുന്നു. ദേവ! അച്ഛൻ മുറിയിലേക്ക് വന്നത് നേരത്തെ നടന്നതിന്റെ ബാക്കി പറയാനാവുമെന്ന് കരുതി വലിയ താല്പര്യം കാണിക്കാതെ ദേവൻ ചോദിച്ചു. എന്താ അച്ഛാ? ഉപദേശിക്കാനോ അതോ വഴക്ക് പറയാനോ? രണ്ടിനുമല്ല. പിന്നെ എന്തിന് എന്ന മട്ടിൽ ദേവൻ അച്ഛനെ നോക്കി. അറിയാനാണ്, നിനക്ക് പറയാനുള്ളത് കേൾക്കാനാണ്. അവന് സന്തോഷത്തിന് പകരം ആശങ്കയാണ് തോന്നിയത്. ഞാൻ എന്തു പറയാനാണ് അച്ഛാ? നീ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്കിലും ഉമ, അവളോട് തെറ്റല്ലേ നീ ചെയ്യുന്നത് ദേവ? അത് ഓരോരുത്തർക്കും അവരവരുടെ മനോഗതം പോലെ വ്യാഖ്യാനിക്കാം. സത്യം ഇതാണ്. എന്റെ മനസ്സിൽ ഉമയില്ല, ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. പക്ഷേ ആവണി ഉണ്ടായിരുന്നു എന്നും. അവളില്ലാതെ എനിക്ക് പറ്റില്ല. അത് ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ആവണിയെ സ്നേഹിച്ചുകൊണ്ട് ഉമയെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആവണിയില്ലാതെ ദേവനില്ല, ആരൊക്കെ എതിർത്താലും. അവന്റെ വാക്കുകൾ കേട്ട് അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. 26 വർഷം മുൻപ് നിന്നെ എന്റെ കയ്യിലേക്ക് സ്വീകരിക്കുമ്പോൾ ഞാൻ നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഒരു വാക്കുണ്ട്. ഇന്നോളം ഞാനത് തെറ്റിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ഉണ്ടാവില്ല. നിന്റെ ഇഷ്ടത്തിനൊപ്പം ഈ അച്ഛനുണ്ട്. ഞാൻ അച്ഛന്റെ സ്വന്തം മകനായിരുന്നുവെങ്കിലും ഇത് തന്നെ ആവുമായിരുന്നോ അച്ഛന്റെ തീരുമാനം? അയാളൊന്ന് പുഞ്ചിരിച്ചു. നീ എന്റെ സ്വന്തം മകൻ തന്നെയാണ്. നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിന്റെ തുലാസിൽ നിന്റെ തട്ട് തന്നെയാണ് താഴ്ന്നു നിൽക്കുന്നത്. നിന്റെ തീരുമാനം നടപ്പാക്കിക്കൊള്ളൂ. അയാൾ അവനെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ മുകർന്നു. എന്താ ദേവ? ദേവന്റെ കോൾ കണ്ട് ആയുഷ് ചെറിയൊരു ആശങ്കയോടെ ചോദിച്ചു. ആയുഷ്, നാളെ തറവാട്ടിൽ വെച്ച് എന്റെയും ഉമയുടെയും നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മയുടെ തീരുമാനമാണ്. അതെങ്ങനെ ശരിയാവും? അത് നടക്കില്ല. ചിലപ്പോൾ ഞാൻ നാളെ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും. നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. കൂടെ ആവണിയും ഉണ്ടാവണമെന്ന് മാത്രം. നീ വരണം നാളെ ഇവിടേക്ക്. ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എതിർത്താൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി മാൻ, ഞാൻ നാളെ അവിടെ ഉണ്ടാവും. ദേവൻ കോൾ കട്ട് ചെയ്തു. ദേവാ! മഹാദേവന്റെ ഈ കോൾ ദേവദേവൻ പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. എനിക്കൊരു കാര്യം വ്യക്തമായി അറിയണം. എന്നിട്ടേ ഞാൻ എൻ്റെ ഇഷ്ടം തീരുമാനമാക്കി മാറ്റൂ. നിന്റെ ചോദ്യം എനിക്കറിയാം.
അതിനുള്ള ഉത്തരം നീ തനിയെ കണ്ടെത്തുമെന്നാണ് ഞാൻ കരുതിയത്. ആയുഷ്മാൻ മഹാദേവനാണെന്ന് ഞാൻ എന്തിന് കള്ളം പറഞ്ഞു? അതിനുള്ള ഉത്തരം നാളെ നിനക്ക് കിട്ടിയിരിക്കും. നിന്റെ ഇഷ്ടം തന്നെയാണ് നിന്റെയും എന്റെയും തീരുമാനം. മഹാദേവൻ ആവണിക്കുള്ളതാണ്. ആവണി നിനക്ക് സ്വന്തമാവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. എനിക്കിപ്പോഴാണ് ഉത്തരം വേണ്ടത്. ആ മറുപടി എന്തു തന്നെയായാലും നിന്റെ ഇഷ്ടം മാറില്ല ദേവ. നിന്റെ ഇഷ്ടം തന്നെയാണ് തീരുമാനവും.